ഒരു കാലത്ത് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ സൂപ്പർ സ്റ്റാറുകൾ മിന്നിത്തിളങ്ങുമ്പോൾ അവർക്ക് വേണ്ടി വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ട് പിന്നാമ്പുറത്ത് ഒതുങ്ങിക്കൂടിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരാളായി ആടെയെ ശ്രദ്ധയപ്പെടാതെ പോയ ഒരു സാധാരണ തയ്യൽക്കാരൻ. പിന്നീട് എപ്പോഴോ ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ വർഷങ്ങളോളം എല്ലാവരും അയാളെ കണ്ടത് വെറും ഒരു കോമഡി നടൻ മാത്രമായിട്ടാണ്. അയാളുടെ മെലിഞ്ഞ ശരീരവും നിഷ്കളങ്കമായ ചിരിയും കണ്ട് ആളുകൾ ആർത്ത് ചിരിച്ചു. പക്ഷെ ആ ചിരികൾക്കപ്പുറം ഒന്നിനും അയാളെ കൊള്ളില്ലെന്ന് പലരും വിധി എഴുതി. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അതേ മനുഷ്യൻ അതേ ശരീരം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ കരയിപ്പിച്ചു, പേടിപ്പിച്ചു, ചിന്തിപ്പിച്ചു, കൈയടിപ്പിച്ചു. ഇത് ഇന്ദ്രൻസ് എന്ന നടന്റെ അതുല്യ പ്രതിഭയുടെ കഥയാണ്. തിരുവനന്തപുരത്തെ സാധാരണ കുടുംബത്തിൽ സുരേന്ദ്രൻ കൊച്ചുവേലു എന്ന പേരിലാണ് ജനനം. വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കാരണം 4ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. മുന്നോട്ട് ജീവിക്കാൻ ഒരു തൊഴിൽ അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് അപ്രതീക്ഷിതമായി ഒരു തയ്യൽക്കാരന്റെ ജോലിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഒരു കടയിലെ സഹായിയായി തുടങ്ങി പതിയെ സ്വന്തമായി ഒരു തയ്യൽക്കട നടത്തുന്നതിലേക്ക് അദ്ദേഹം വളർന്നു. അന്ന് സിനിമാ ലോകം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ അതിരുകളിൽ പോലും ഇല്ലായിരുന്നു. വിധി അദ്ദേഹത്തെ സിനിമയിലേക്ക് എത്തിച്ചത് ഒരു നടനായിട്ടായിരുന്നില്ല, മറിച്ച് ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ടായിരുന്നു. 1981 ചൂതാട്ടം എന്ന സിനിമയിലെ വസ്ത്രാലങ്കാര സഹായിയായി യാത്ര തുടങ്ങി. സിനിമയിലെ നായികമാർക്കും വേണ്ടി വസ്ത്രങ്ങൾ തയ്ച്ചുകൊണ്ട് അദ്ദേഹം ക്യാമറയ്ക്ക് പിന്നിലെ തിരക്കേറിയ സാന്നിധ്യമായി മാറി. സൂപ്പർ സ്റ്റാറുകൾക്ക് അളവെടുക്കുമ്പോഴും അവർക്കായി വസ്ത്രങ്ങൾ തയ്ക്കുമ്പോഴും ആഗ്രഹിച്ച ആ ക്യാമറയ്ക്ക് മുന്നിൽ എന്തെങ്കിലും താനും എത്തുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. എന്നാലും ഇതിനിടെ കിട്ടിയ വളരെ ചെറിയ റോളുകളിലൂടെ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. 1994 പുറത്തിറങ്ങിയ CID ഉണ്ണികൃഷ്ണൻ BA B.Ed എന്ന സിനിമ അദ്ദേഹത്തിന്റെ തലവര തന്നെ മാറ്റി എഴുതി. ആ സിനിമയിലെ നിഷ്കളങ്കനായ കോമഡി കഥാപാത്രത്തെ മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് 90കളിൽ ഇന്ദ്രൻസ് എന്ന നടൻ ചിരിയുടെ പര്യായമായി മാറി. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും തനതായ സംസാര ശൈലിയും നിഷ്കളങ്കമായ ഭാവങ്ങളും കോമഡി സിനിമകളുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. എന്നാൽ ആ ചിരിയുടെ ലേബലിനുള്ളിൽ അദ്ദേഹം പതിയെ തളയ്ക്കപ്പെടുകയാണ്. ആ ചിരികൾക്കപ്പുറം തന്നൊരു ഗംഭീര നടനുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് പിന്നെയും ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. നീണ്ട ആ കാത്തിരിപ്പിനൊടുവിൽ ഒരു മറുപടി ഉണ്ടായി. 2014 പുറത്തിറങ്ങിയ അപ്പോത്തിക്കരി എന്ന സിനിമയായിരുന്നു ആ വലിയ മാറ്റത്തിന് തിരികൊളുത്തത്. അതിലെ പ്രകടനത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചപ്പോൾ അതുവരെ നമ്മൾ കണ്ട കോമഡി നടന്ന രൂപത്തിനുള്ളിൽ എത്രമാത്രം അഭിനയ പ്രതിഭ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പലരും ആദ്യമായി തിരിച്ചറിഞ്ഞു. കോമഡി റോളുകളിൽ മാത്രം കണ്ടുപരിചയിച്ച ഇന്ദ്രൻസിന്റെ ആ പുതിയ ഭാവം പ്രേക്ഷകരെയും വിമർശകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. 2018 ഇന്ദ്രൻസ് എന്ന നടൻ തന്റെ കരിയറിലെ ഏറ്റവും വലിയ കൊടുമുടി കീഴടക്കി. ആളൊരുക്കം എന്ന സിനിമയിലെ പപ്പു പിഷാടി എന്ന കഥാപാത്രമായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു. ആ പകർന്നാട്ടത്തിന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങൾ ഒന്നായ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. കാലങ്ങളായി തമാശക്കാരൻ എന്ന ലേബലിൽ ഒതുക്കപ്പെട്ട ഒരു കലാകാരൻ ഒറ്റ കഥാപാത്രത്തിലൂടെ മലയാള സിനിമയുടെ നെറുകയിലേക്ക് നടന്നു കയറിയ നിമിഷമായിരുന്നു. വർഷങ്ങൾ നീണ്ട സിനിമാ ജീവിതത്തിന് ലഭിച്ച ഏറ്റവും മധുരമേറിയ പ്രതിഫലം. അവിടെയും തീർന്നില്ല അത്ഭുതങ്ങൾ. 2021 പുറത്തിറങ്ങിയ ഹോം എന്ന സിനിമയിലെ ഒലിവർ ട്വിസ്റ്റ് എന്ന അച്ഛൻ കഥാപാത്രം പ്രായഭേദമന്യേ ഓരോ പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് നടന്നു കയറി. പുതിയ കാലത്തെ ടെക്നോളജിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന മക്കളുടെ സ്നേഹത്തിനും ശ്രദ്ധയ്ക്കും വേണ്ടി കൊതിക്കുന്ന ആ അച്ഛൻ ഒരുപക്ഷെ നമ്മുടെ എല്ലാം വീടുകളിലെ ഒരു നേർക്കാഴ്ചയായിരുന്നു. ഓരോ മകന്റെയും മകളുടെ ഉള്ളിലെ നൊമ്പരമായി ഒലിവർ ട്വിസ്റ്റ് മാറി. ആ സിനിമയിലെ പ്രകടനത്തിന് ദേശീയ തലത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം കൂടി ലഭിച്ചപ്പോൾ അത് ആ അതുല്യ കലാകാരന്റെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവലായി മാറി. വെയിൽ മരങ്ങൾ, 5ാം പാതിര, വൈറസ്, ഉടൽ തുടങ്ങിയ സിനിമകൾ ഇന്ദ്രൻസ് എന്ന നടന്റെ അഭിനയ സാധ്യതകളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നു. ഒരുപാട് സംസാരിക്കാതെ ഒരു നോട്ടം കൊണ്ടും ശരീരഭാഷ കൊണ്ടും അദ്ദേഹം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തെ കോമഡിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചവർക്ക് മുന്നിൽ അതേ ശരീരം കൊണ്ട് തന്നെ അദ്ദേഹം ഭാരമേറിയ കഥാപാത്രങ്ങളെ കാണിച്ച് അവിസ്മരണീയമാക്കി മാറ്റി. തമിഴ് നടൻ സൂര്യയുടെ ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ കറുപ്പിലെ ഗംഭീര അഭിനയത്തിന് ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകം വലിയ കയ്യടിയാണ് ഇന്ദ്രൻസ് എന്ന പെർഫോമൊക്കെ നൽകുന്നത്. ഈ ചിത്രത്തിലൂടെ മലയാളിയുടെ സ്വന്തമായിരുന്ന മനുഷ്യൻ കേരളത്തിന് പുറത്തേക്കും വളരുകയാണ്. ഏറ്റവും പുതിയ ധനുഷ് മമ്മൂട്ടി ചിത്രത്തിലും ഇന്ദ്രൻസ് ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു തയ്യൽക്കടയിലെ സൂചിത്തുമ്പിൽ നിന്ന് തുടങ്ങിയ ഒരു ജീവിതം സിനിമയുടെ പിന്നണിയിൽ നിന്ന് തുടങ്ങി കോമഡിയുടെ ലോകം കീഴടക്കി ഒടുവിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സ്വഭാവ നടന്മാരൊരാളായി മാറിയ ഇന്ദ്രൻസിന്റെ ജീവിതം ഏത് സിനിമയും വെല്ലുന്ന ഒരു തിരക്കഥയാണ്. പ്രശസ്തിയുടെയോ താരപരിവേഷത്തിന്റെയോ വർണ്ണങ്ങളല്ല, മറിച്ച് കഴിവും അടങ്ങാത്ത ആഗ്രഹവും കഠിനാധ്വാനവുമാണ് ഒരു യഥാർത്ഥ കലാകാരന്റെ അളവുകോൽ എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്ത് നൂലുകൊണ്ട് തുണികൾ തുന്നിച്ചേർത്ത ആ കൈകൾ കൊണ്ട് ഇന്ന് അദ്ദേഹം അനുഭവങ്ങൾ കൊണ്ട് കഥാപാത്രങ്ങൾ തുന്നിച്ചേർക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത വിധം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം നല്ല സ്റ്റോറികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.